മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് എത്തുന്ന നവകേരള സദസ്സിന് സാമുദായിക നേതാക്കളുടേതടക്കം പൂർണ്ണ പിന്തുണ. ആലപ്പുഴയിൽ നടന്ന പ്രഭാത യോഗത്തിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ആലപ്പുഴ രൂപത അധ്യക്ഷനും അടക്കമുള്ള പ്രമുഖർ യോഗത്തിൽ സർക്കാരിനെ പ്രശംസിച്ച് രംഗത്ത് വന്നത്. ആലപ്പുഴയിൽ നടന്ന പ്രഭാത യോഗത്തിൽ 4 മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേരിട്ട് കണ്ട് തങ്ങളുടെ പരാതികൾ അറിയിക്കാൻ എത്തിയത്. സാമുദായിക നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. നവകേരള സദസ്സ് ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമാണെന്നും മാതൃകാപരമാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കർഷകത്തൊഴിലാളികൾ, അതുപോലെ വിവിധ മേഖലയിൽ ദുരിതം ദുഃഖം വഹിക്കുന്ന പണ്ഡിതൻ പാമരൻ, അതുപോലെ വ്യവസായികൾ, ഇവരുടെ എല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും കേൾക്കാനും അറിയാനും അതനുസരിച്ച് അവരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിട്ട് ജനനേതാക്കന്മാരെല്ലാവരും താഴോട്ടിറങ്ങി വരുന്ന ഒരു അവസ്ഥാവിശേഷം. പക്ഷേ ആ അവസ്ഥാവിശേഷം അത് ഗംഭീരമായി മുമ്പോട്ട് പോയി. അതിനിടയ്ക്ക് ചിലരെല്ലാം തോണ്ടാനും മാന്താനും ഇതൊക്കെ തുടങ്ങിയതോടുകൂടി ഇത് ഭയങ്കരമായി ത്രസിച്ച് വളർന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു സദസ്സ്, ഇങ്ങനൊരു യാത്ര ഒരുപക്ഷെ ഇത്രയും ജനസത്തെ ആകർഷിച്ച ഒരെണ്ണം ഇന്ത്യയിൽ ഒരെണ്ണം തണുത്ത് കാണുകയില്ല. കയർ കാർഷിക മേഖലയ്ക്ക് സർക്കാർ വേണ്ടത്ര ഊന്നൽ നൽകുന്നതായും കുറച്ചുകൂടി ഈ മേഖലയിൽ ശ്രദ്ധ ചെലുത്തണമെന്നും മേഖലയെ പ്രതിനിധീകരിച്ചെത്തിയവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ചെല്ലാനം ബീച്ചിൽ സർക്കാർ നടത്തിയ ഇടപെടൽ മാതൃകാപരമാണെന്നും ജില്ലയുടെ മറ്റു തീരപ്രദേശങ്ങളിൽ കൂടി കടൽഭിത്തി നിർമ്മിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയെ സംരക്ഷിക്കണമെന്നും ആലപ്പുഴ രൂപത അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ടൊരു റെസ്പോൺസ് ചെയ്തു. പിന്നെ പലതൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളതാണല്ലോ, അതിൻ്റെ പരിഗണന തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. ഞാൻ തീരദേശത്തിൻ്റെതാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞു. എന്നാലും എഴുതി കൊടുത്ത കാര്യങ്ങളുടെ വിശദമായിട്ടുള്ളൊരു ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. കലാകായിക മേഖലയിലും സർക്കാരിന്റെ ഇടപെടൽ പ്രശംസനീയമാണെന്ന് ചലച്ചിത്ര നടൻ അനൂപ് ചന്ദ്രൻ പറഞ്ഞു. കർഷകരും നാനാതുറകളുന്ന മനുഷ്യന്മാരുടെ ഒരു കൂടിച്ചേരലായിരുന്നു ഇത്. ഈ ശ്രേഷ്ഠമായ പരിപാടി, ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മഹത്തായ ആശയങ്ങൾ ഒരു നവകേരള സൃഷ്ടിക്ക് ഉപകരിക്കപ്പെടും എന്നാണ് എൻ്റെ വിലയേറിയ ഒരു ആഗ്രഹം. വിവിധ മേഖലയിൽ നിരവധി പ്രമുഖരാണ് പ്രഭാത യോഗത്തിൽ പങ്കെടുത്തത്. കൈരളി ന്യൂസ്, ആലപ്പുഴ.